ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്ന് നാം വായിച്ചു ധ്യാനിക്കുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോയുടെ അവസാന സമയത്തിലേക്ക്, അതായത് കുരിശുമരണത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈശോ പെസഹ തിരുനാളിന് ജെറുസലേമിലേക്ക് പോകുമ്പോൾ ജെറീക്കോയിൽ വെച്ച് ഒരു കുരുടനായ യാചകന് കാഴ്ച കൊടുക്കുന്നതാണ് ഈ സംഭവം. കുരുടൻ ഈശോയെ തിരിച്ചറിയുന്നുണ്ട്. അവനോട് ആരോ പറഞ്ഞു അത് നസ്രായനായ യേശുവാണ് എന്ന്. ഈശോയെക്കുറിച്ച് അവൻ മുമ്പും പലതും കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ഈശോയെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുക, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. എന്നാൽ ജനക്കൂട്ടം അവനോട് പറയുന്നു നിശബ്ദനായിട്ടിരിക്കാൻ. എന്നാൽ അവൻ്റെ ജീവിതത്തിലെ വേദന, കാഴ്ചയില്ലാത്തതിൻ്റെ അസ്വസ്ഥതകൾ അവന് മാത്രമേ അറിയാൻ പാടുള്ളൂ. ആ നൊമ്പരം പേറിക്കൊണ്ട് കാഴ്ച വീണ്ടുകെട്ടണം എന്ന ആഗ്രഹത്തോടെ അവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഈശോ ഉത്തരം കൊടുക്കുന്നു. ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടുകിട്ടണം. ഈശോ അവന് കാഴ്ച കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകാതിരിക്കുകയില്ല. എന്നാൽ നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ തടസ്സമായി പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ വന്ന് പതിക്കാറുണ്ട്. ഒരുപക്ഷെ ജനക്കൂട്ടത്തെ പോലെ നമ്മളെയും പ്രാർത്ഥനയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് നമ്മുടെ സ്വാർത്ഥ മനോഭാവങ്ങളായിരിക്കാം, തിരക്കുകളായിരിക്കാം, അലസതകളായിരിക്കാം, മറ്റു പല വ്യക്തികളുമായിരിക്കാം. എന്നാൽ അവരോടൊക്കെ നോ പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ നൊമ്പരവും എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരോടുകൂടെ കരഞ്ഞ് സമർപ്പിക്കുമ്പോൾ ആ ദാവീദിന്റെ പുത്രൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും, നമ്മുടെ കണ്ണീരിന് ഉത്തരം നൽകും. അതുകൊണ്ട് നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ.